ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പാചകവിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. മീൻ കറി വയ്ക്കാനായിട്ട് മീൻ വെട്ടിക്കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വറക്കാനുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് പല ഇനം മീനുകളാണ്. നെയ്മണങ്ങ്, പിന്നെ പരവ, കണ്ണയില, അങ്ങനെ ഏതാണ്ട് കുറേ ഇനം മീനുണ്ട്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടില്ലേ, ഉള്ളി എരിഞ്ഞത് ഒക്കെ ഇട്ടു. ഇനി പച്ചമുളക് ഇടാനിട്ടോ കുറച്ചുകൂടെ അരിഞ്ഞോർന്നാലും കൂടെ ഇട്ടു. പിടിന്നാണ് ചെയ്യുന്നത്. ഇനി വേണം ഉള്ളി. അപ്പോൾ വെളിച്ചെണ്ണ കൂട്ടിയാണ് തിരുമ്മുന്നത്. വെള്ളം ഒഴിച്ച് അടപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. നല്ല മീൻ പരവ തുടങ്ങി. പരവ നല്ല വില കൂടിയ മീനാണ് അല്ലേ. പരവ തുടങ്ങി, നെയ്മണങ്ങ് തുടങ്ങി, മുള്ളൻ, പിന്നെ എന്തുകൊണ്ടാ, പിന്നെ പൂളോൻ അങ്ങനെ സാധനങ്ങളുണ്ട്. അപ്പൊ മറ്റിപ്പൊടി ഇട്ടായിരുന്നില്ല, അപ്പൊ ഇച്ചിരി ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞതാണ് ഒരു ചെറിയ കൊഴുപ്പിന്. അല്ല, മല്ലിപ്പൊടി നല്ലതാണ് ഹെൽത്തിന്. അപ്പൊ ഒരാൾ നന്നാക്കി, ഒരാൾ ഉള്ളിമുളകും അരിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടപ്പത്തൊക്കെയാണ്. കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുണ്ട്. അപ്പം ഇത്തിരി അച്ചിങ്ങ വറക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെനിക്ക് പൊടി വറക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു വന്നപ്പോൾ അപ്പം ഞങ്ങൾ കുറച്ച് വറക്കാൻ എടുത്തു വെച്ചു. ഇനി അത് വറക്കാൻ നോക്കട്ടെ. മീൻ അടപ്പത്തായി. ഇനി പൊരിക്കാനുള്ളത് കൂടി ചെയ്യട്ടെ. പൊടി വറുത്ത് ചൂടാറാൻ വെച്ചേക്കാണ്. അതായത് ഈ എന്താ പറയുക, ഞങ്ങൾ തിരുവട്ടയപ്പം ഉണ്ടാക്കണമെന്ന് എഴുതിയിട്ടുള്ള തുടക്കമാണ്. പൊടി വറുത്തിരുന്നാൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കാമല്ലോ. കള്ളി ചേർത്തിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം സെറ്റപ്പാക്കി വെക്കുന്നത് നേരത്തെ കാലത്തെ. കുറച്ച് വറക്കാനെടുത്തു. ഒരു വശം മറച്ചിട്ടു. ചെറിയ തീയിലിട്ടേക്കുക. കറി തിളച്ച് വറ്റാറായി. ഉച്ചവരെയുള്ള പാചകങ്ങളാണ് ഇത്. ഇനി വൈകുന്നേരത്തേക്കുള്ള പാചകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട്. ഇന്നൊരു യാത്ര പോയേക്കായിരുന്നു. വന്ന് കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇനി ചായ ഇടാൻ പോവാണ്. വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ചായക്ക് വെള്ളം വയ്ക്കട്ടെ.
ചിക്കൻ കൂട്ടിത്തിരിവ് വെച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചേക്കാണ്. ഇനി അത് വറുത്തെടുക്കട്ടെ. ഒരടപ്പത്ത് ചായ അങ്ങനെ. സവാള അരിയ, സവാള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ റെഡിയാക്കുകയാണ്. ചേട്ടാ ചായപ്പൊടി മേടിച്ചായിരുന്നോ? ഇപ്പോഴത്തേക്കുണ്ട്. രണ്ട് ട്രിപ്പിനുള്ളതുണ്ട്. പാല് കുറയ്ക്കുന്നത്. ചായ തിളച്ചു പോയി. ഒരു പ്രാവശ്യം ഇതൊക്കെ കോരി രണ്ടാമത് ഇട്ടേക്കുക. നേരത്തെ പണികളൊക്കെ കഴിച്ച് വെക്കുക. ഇവിടെ കുരിശിന പെരുന്നാളാണ്. 2 ദിവസം കഴിയുമ്പോൾ 25-ാം തീയതി. അപ്പോൾ ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഇവിടെ വന്ന് ലൈറ്റ് അറേഞ്ച്മെൻറ്റും തുടയ്ക്കലും തൂക്കലും അടിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഇത്തിരി നേരത്തെ പണികൾ ചെയ്ത് വെച്ചാൽ ശബ്ദം കൂടി ശരിക്കും കേൾക്കുകയോ ഒരു മുറി പോലെയുള്ള ഒരു ദൂരമേ ഉള്ളൂ. ഞങ്ങളുടെ അടുക്കളയിൽ നിന്നും അങ്ങോട്ട് ഒരു ജനല വഴി ഒരു ഭിത്തി ആണ്, ഒരു ഭിത്തി പോലെയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും പാട്ടൊക്കെ വയ്ക്കുമ്പോൾ. കോപ്പി റൈറ്റൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും വരാതെ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ ആയാലും ആ ശബ്ദം കേട്ടാൽ നമുക്ക് കോപ്പി റൈറ്റ് വരുമല്ലോ. അപ്പോൾ ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പാട്ടൊക്കെ വയ്ക്കും. അപ്പം നേരത്തെ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്നതാണ്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള അരിഞ്ഞത്, തക്കാളി, ഇതെല്ലാനും ഇത് വറുത്ത് കോരിയ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വഴറ്റാൻ പോകും.
സവാള വഴറ്റാൻ ഇട്ടേച്ചും ഞാൻ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അങ്കിള് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കി വെച്ചുകൊണ്ട് അങ്ങേരെ ഒന്ന് കറങ്ങാൻ പോയേക്കുക. ഇനിയിപ്പോൾ രണ്ടൊന്ന് അപ്പം ചുടണം, ചപ്പാത്തി ചുടണം. അപ്പോൾ ചപ്പാത്തി ആ കഴിക്കുന്ന നേരത്ത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് അങ്കിൾ ഇഷ്ടം. ചപ്പാത്തിയാണ് അങ്കിള് കഴിക്കുന്നത്. ഞാൻ എല്ലാ നേരവും ചോറ് കഴിച്ചാലെങ്ങനെ. അപ്പോൾ അത് കാരണം മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ രണ്ടപ്പം കഴിക്കാം ചുട്ട്. അതോടുകൂടി ഇന്നത്തെ പരിപാടിയൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പത്തിന് മാവ് കോരി ഒഴിച്ചു. ചിക്കൻ കറിയും റെഡിയായി, അപ്പവും റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അത് ഇത്തിരി കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.